വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ ഇന്നലെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു തന്നിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക്, അതായത് ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് തരുന്നത്. അത് എത്താൻ സാധ്യതയുള്ള ലെവലിലേക്ക്, ആദ്യത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ റേഞ്ച് ആണ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവല്. അപ്പൊ അതിന്റെ ലെവലിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും എത്താൻ സാധ്യതയുള്ള ഒരു അടുത്തൊരു ലെവല് ഈ ഒരു റേഞ്ച് ആണ്, അതും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 62.064, 62.762, 64.007, 64.731, 65.849, 66.573, 67.678, 68.287. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഇപ്പൊ നിൽക്കുന്ന അത്യാവശ്യം മോശമില്ലാത്തൊരു ലെവലിലാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ലോയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മോശമില്ലാത്തൊരു ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ മുകളിലോട്ട് തരികയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അവിടെ വന്നിട്ട് നോക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുകയോ ചെയ്യും. എന്നിട്ടുള്ളൊരു മൊമെന്റ് നോക്കുക. ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തരികയാണെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലെവൽ വരെ ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ 50 മിനിറ്റ്സിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇത് മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 50 മിനിറ്റ്സിന്റെ. അപ്പൊ ജസ്റ്റ് ഈ നേരത്തെ മാർക്ക് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക്, ഇപ്പോൾ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നിട്ടും ചിലപ്പോൾ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാനോ അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീഴ്ചയ്ക്കോ സാധ്യതയുണ്ട്. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക്, ഇപ്പം മാർക്ക് ചെയ്തിരുന്ന റേഞ്ചിൽ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് വരും, അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനാണ് സാധ്യത. ഇനി മറ്റൊരു സാധ്യത എന്നുള്ളത്,
ഈ ഒരു ലോയിനെ അപ്രോച്ച് ചെയ്യലാണ്. ഇപ്പൊ വരച്ചിരിക്കുന്ന ലോയിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഈ ലോയിന് എടുത്തതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും നല്ലൊരു കൺഫർമേഷൻ തന്നിട്ട് മുകളിലോട്ട് തന്നെ പോകലാണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഇവിടേക്ക് വന്നിട്ട് പ്രൈസ് വീണ്ടും വലിയൊരു വീഴ്ച താഴോട്ടേക്ക് തരാനും സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. ഈ വരച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. അതിന് പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.